അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഓർമ്മയുണ്ടോ? പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെയൊന്നും അല്ല ജീവിച്ചത്. അന്ന് എല്ലാവരും 8, 10, 11, 12 ഒക്കെ മക്കളുണ്ട്. എല്ലാവരും അന്നത്തെ പോലെ ഇന്നത്തെ പോലെ ഉടുപ്പും ഷഡിയൊന്നും ഇല്ല. എല്ലാവരും കൂമ്പാളമുണ്ട്. കൂമ്പാള വരെ ചീറി കോണാനെടുക്കും പണ്ടത്തെ കാലത്ത്. കൗങ്ങിന്റെ അല്ലേ? കൗങ്ങിന്റെ അല്ലേ? അർക്കട്രിയുടെ ഷഡിയൊന്നും എല്ലാവരും കളിച്ച് ചിരിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ഓടി നടന്നു. ഇന്നത്തെ പോലെ വലിയ സ്റ്റാൻഡേർഡൊന്നും ഇല്ലല്ലോ. അന്ന് കപ്പയും മീൻ ചുട്ടതും കഞ്ഞി അതൊക്കെ കുടിച്ചാണ് അന്നത്തെ കാലത്ത് ജീവിച്ചത്. എല്ലാവരും സ്കൂളിൽ പോകും. എല്ലാവരും സ്കൂളിൽ പോയത് 1-ാം ക്ലാസ്സിൽ 2, 3, 4 അങ്ങനെയൊക്കെ പോകുമ്പോൾ വലിയ ക്ലാസ്സിലെ പിള്ളേരുടെ പുസ്തകം ചെറിയ ക്ലാസ്സിലെ പിള്ളേർ കയറുമ്പോൾ അവർക്ക് കൊടുക്കും. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ 6-ലോട്ട് കയറുമ്പോൾ 4-ൽ 5-ലോട്ട് കയറുന്ന പിള്ളേർക്ക് കൊടുക്കും പുസ്തകം. ആ പുസ്തകം സൂക്ഷിച്ചു കൊടുക്കും ഓരോരുത്തർക്കും. അതുപോലെ പെന്നും പെൻസിലും ഒരു പേന പെൻസിലൊക്കെ അന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് പഠിക്കുന്നത്. അതൊക്കെ പെൻസിലൊക്കെ ഒടിച്ച് 3 പേർക്ക് വീതം കൊടുക്കും ഒരു വലിയ പെൻസിൽ. അമ്മച്ചി 10 ക്ലാസ് വരെ പഠിച്ചു. നമ്മുടെ ക്ലാസ്സിലടുത്ത് വരെ 7 ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് വണ്ടിക്ക് പോകണം. 10-20 മീറ്റർ 10 കിലോമീറ്റർ ദൂരെയാണ് സ്കൂളുമായിട്ട്. രാജപുരം സ്കൂള് പഠിച്ചത് മലക്കല്ല് UP സ്കൂൾ വരെ മലക്കൽ പഠിച്ചു. പിന്നെ രാജപുരം ഹോളി ഫാമിലി ഹൈസ്കൂള്. നമ്മൾ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ 10 പൈസ. ബാഗൊന്നുമില്ല. പുസ്തകം എല്ലാം ഇങ്ങനെ അടുക്കി പിടിച്ചോണ്ട് പോകും. ബസ്സൊന്നുമില്ല, നടന്നാ പോന്നെ. ബസ്സൊന്നുമില്ല, നടന്നാ പോകാം. പിന്നെ അങ്ങോട്ട് രാജപുരത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ബസ് കിട്ടും. ഒരു 5 കിലോമീറ്റർ അങ്ങനെ ദൂരം കാണും. അന്ന് ഓട്ടോറിക്ഷ ഇതൊന്നും ഇല്ല. വലിയ വണ്ടിയേ ഉള്ളൂ. ബസ്സിന് പോകണമെങ്കിൽ 10 രൂപ പൈസ. നമ്മുടെയൊക്കെ വീടിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ നടന്ന് അമ്മച്ചിയുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് നടന്ന് അങ്ങ് മാറിയാലേ ഉള്ളൂ. ഒരു 8-10 മീറ്റർ നടന്ന് പോയാലേ വണ്ടി കിട്ടുള്ളൂ. അവിടുന്ന് രാജപുരത്ത് പോകണമെങ്കിൽ 10 പൈസ. ഇങ്ങോട്ട് എല്ലാവരും കൂടെ കൂടി നടന്നു പോരും. 10-25 കിലോമീറ്റർ ദൂരെ നിന്നൊക്കെ നടന്നാ എല്ലാവരും രാജപുരം ഹോളി ഫാമിലി ഹൈസ്കൂളിൽ വരുന്നത്. അന്ന് ചെരുപ്പൊന്നും ഉള്ളതായിട്ട് ഓർമ്മയില്ല. ചെരുപ്പ് ചിലപ്പോൾ ഉണ്ടാവും. പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് മേടിച്ചിട്ട് കുറച്ച് സമയമായിരിക്കും അല്ലേ? പാള കൊണ്ട് മുറിച്ചിട്ട് പാള മീൻസ് അരക്കട്രി ഇല്ലേ നമ്മുടെ കൗങ്ങിന്റെ, അതിന് ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, അത് മുറിക്കും. ചെരുപ്പ് ആക്കും. അത് ചെരുപ്പായിട്ട് ഫോം ആക്കും. യെസ്, ചപ്പലായിട്ട് ഫോം ആക്കും. പിന്നെ റബ്ബർ ചെരുപ്പൊക്കെ മേടിക്കണം. അതും നമുക്ക് ചെരുപ്പ് എപ്പോഴും ഉണ്ടാകുന്നില്ല. ചെരുപ്പ് വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. ഒരിക്കൽ ചെരുപ്പ് പോയി കഴിഞ്ഞാൽ ചെരുപ്പ് ഉണ്ടാവില്ല അല്ലേ അമ്മേ? ബെയർഫുട്ടാണ്. യൂണിഫോം ഒറ്റ ജോഡിയുള്ളൂ. അത് ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഉണക്കി PT യൂണിഫോം അങ്ങനത്തെ PT സംഭവമൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും ആയിട്ടില്ല. അത് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല. PT 60 വർഷം മുന്നേ ഉള്ള കാര്യമില്ല. 10-60 വർഷം മുമ്പേ ഉള്ള കാര്യം. സ്പീക്കിംഗ് ഔട്ട് 60 years before. അങ്ങനെയൊക്കെ നടന്ന് എല്ലാവരും പഠിക്കാൻ തിന്നാൻ വല്ലതും കൊണ്ടോ കുടിക്കും. നമുക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും. ഷോർട്ട് ടോക്കിംഗ് അബൌട്ട് 1960. എൻ്റെ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാം എപ്പോഴും അമ്മച്ചിനെ വിളിക്കുന്നത്. ചെയ്യാറുണ്ട്. മലമ്പത്ത്, കോഴിക്കോട് മേരിക്കുട്ടി, ഡെയ്സി, ലീസാമ്മ. ലീസാമ്മ നമ്മുടെ റിലേറ്റീവ് കൂടെ അല്ലേ? നമ്മുടെ റിലേറ്റീവ് കൂടെ ലീസാമ്മ അല്ലേ ഉദ്ദേശിച്ചത്? അമ്മച്ചിയുടെ കൂട്ടുകാരത്തില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ സാറുണ്ടായിരുന്നു, മരിച്ചുപോയി. മാത്യു സാറാണ്. പിന്നെ ഇപ്പം അടുത്ത് മരിച്ച ALT മാത്യു സാർ പഠിപ്പിച്ചല്ലേ? ഇപ്പം അടുത്ത് കഴിഞ്ഞ മാസം മരിച്ചു. കഴിഞ്ഞെല്ലാം റീസെൻ്റ്ലി മരിച്ചു വരും. സാറ്, കൊല്ലംപറമ്പ് തോമസ് സാറ് മാത്രമല്ല, ടീച്ചർമാരുണ്ട്. മാവിലെ ടീച്ചർ, പിന്നെ ഏലി ടീച്ചർ,
സാറാമ്മ ടീച്ചർ ഇതൊക്കെ നല്ല തല്ലും തരും. അങ്ങനെ കണ്ടിന്യൂ. അല്ലാതെ ഇന്നത്തെ പോലെ അന്നത്തെ കൃഷി രീതിയെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു ഇവരോട്. അന്ന് നമുക്ക് അത്ര സാമ്പത്തികമായി അത്ര ഞെരുക്കൊന്നുമില്ല. കൃഷി പറമ്പിലെ കൃഷി കൊണ്ടൊക്കെ കഴിഞ്ഞു പോകും. അപ്പച്ചൻ അപ്പച്ചനൊക്കെ അവിടുന്ന് തിരുവിതാംകൂറിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന കഥയിൽ 78 ഫാമിലിയിൽ ഒരാൾ അവരല്ലേ മുത്തൂറ്റ്. കപ്പ കൃഷി ഇഷ്ടംപോലെ കപ്പ, ഇഞ്ചി, മഞ്ഞള്, പച്ചക്കറികള്, ചക്ക ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കുണ്ടായിരുന്നു 6 സ്ഥലവും അതിനകത്ത് ഇഷ്ടംപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ നിന്ന് എല്ലാവരും വന്ന് ചക്കയൊക്കെ കൊണ്ടുപോകുന്നു. ചക്ക നെൽകൃഷി ഉണ്ടോ? അത് പറഞ്ഞില്ലോ. നെൽകൃഷി ഇഷ്ടംപോലെ. നെൽകൃഷി മീൻസ് ഇതിൽ പാടി ഫാം റൈസ് ഓക്സനില്ലേ, ഓക്സൻ കാള പൊട്ടിയിട്ട് ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള റൈസ് കിട്ടും. ബാക്കിയുള്ള റൈസ് സെയിലും ചെയ്യലേ. ഇഞ്ചി, That's different. കപ്പ, ചേട്ടൻ കപ്പ, വാട്ട്, പശുവും, ആട്, കോഴി, ബഫല്ലോ, ഓക്സൺ, കൗസ്, പ്ലെന്റി ഓഫ് മിൽക്ക്. ഇഷ്ടംപോലെ പാല് എടുക്കുക, അത് വിൽക്കുകയും ചെയ്യും. എല്ലാത്തരം എവരിതിങ്. പിന്നെ ചേമ്പ്, കാച്ചിൽ, കപ്പ, ഉടക്കിഴങ്ങ്, അങ്ങനെയുള്ള സാധനങ്ങൾ, തേങ്ങ, അടയ്ക്ക. നമ്മുടെ വീടിന്റെ സ്വന്തം തോട്ടം ഭയങ്കരമായ പുഴയുണ്ട്. ഇഷ്ടംപോലെ മീന്, പുഴയിൽ ഇഷ്ടംപോലെ. ആ കോസ്റ്റൽ ഏരിയയിലാണ് ഇവരുടെ ഫാം. അവിടെ വലിയ കോസ്റ്റൽ അത് വലിയൊരു റിവർ പോകുന്നുണ്ടല്ലേ. മഴക്കാലത്ത് ഭയങ്കര വെള്ളം പൊങ്ങുമ്പോൾ അതിലൊക്കെ വെള്ളം തെളിപ്പി കുടിക്കും. പുഴയും ചാലും കുടിക്കുന്നു. മനസ്സിലായോ? അവരവിടെ ബാത്റൂമൊന്നുമില്ല. അവിടെ പോയിട്ട് ചെറിയ ചാലിൽ പോയി കുളിക്കും. അവിടെ നിന്ന് അലക്കും. അവിടെ നെയ്ബേഴ്സൊന്നും അധികമില്ല, കുറച്ച് ദൂരെ നെയ്ബേഴ്സ്. ടോയ്ലറ്റൊന്നുമില്ല, പറമ്പില്ല. വേറെ അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. കാടും വീടും പന്നിയെല്ലാം ഉണ്ടാകുമ്പോൾ രാത്രി അപ്പച്ചനൊക്കെ പാട്ട ടിന്നിലെടുത്ത് കൊട്ടും. പിഗില്ലേ, വൈൽഡ് പിഗ്സ്, വൈൽഡ് ബോർ എന്ന് പറയും. വൈൽഡ് പിഗ്സ് വന്നിട്ട് അഗ്രികൾച്ചർ വന്നിട്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൃഷി രാത്രി ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പേടിച്ചു കൊടുക്കും. അല്ല പന്നിയുടെ ഒച്ച പന്നി വരുമ്പോൾ ഓടി പോകും. അല്ലെങ്കിൽ കപ്പ കൊണ്ടും പന്നി തിന്നിയല്ലേ. പന്നി, കുരങ്ങിൻ്റെ ശല്യം, പന്നി, കാട്ടുമൃഗങ്ങളോടെല്ലാം മലയിടിച്ച് അന്നുള്ളവർക്ക് കഷ്ടപ്പെട്ടു. അവർക്ക് നല്ലൊരു വഴിയുണ്ടോ, ഫോണുണ്ടോ, TV ഉണ്ടോ, കറണ്ടുണ്ടോ, ഇതൊന്നും ഇല്ലാതെ മണ്ണെണ്ണ കുളത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് കിഴക്കിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണ മനസ്സിലായോ? കെറോസിൻ. നമ്മൾക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് കെറോസിൻ ഒഴിച്ച് ആണ് തിരി കത്തിക്കുന്നത്. അതാണ് രാത്രിയൊക്കെ ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ ലൈക്ക് ഡീസൽ. കാഞ്ഞങ്ങാട് നമ്മുടെ നിയറസ്റ്റ് ടൗൺ ഓൾമോസ്റ്റ് 25-26 കിലോമീറ്റർ ഉണ്ട്. ഇവരോട് നടന്നാണ് പോയിക്കൊണ്ട് അല്ലേ? ബസ് ഉണ്ടല്ലേ അവിടേക്ക്? കുറേ നാൾ കഴിഞ്ഞ് ബസ്സൊക്കെ വന്നു. ആദ്യം നടന്നാണ് പോയിക്കൊണ്ടത്. ഇല്ല, അത് വളരെ ചെറിയ, വളരെ മിനിമം. ഡെലിവറി ഒക്കെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ പ്രസവം എങ്ങനെയാണെന്ന് പറയും. ഡെലിവറി പിന്നെ നമ്മുടെയൊക്കെ കാലം വന്നപ്പോഴത്തേക്കും ഒരുമാതിരിയൊക്കെ സൗകര്യങ്ങളായി. വണ്ടിയും ജീപ്പും കാറൊക്കെ കുറവാണ്. ഷീസ് യങ്ങസ്റ്റ് ഇൻ ദ ഫാമിലി ഓൾമോസ്റ്റ്. അവർ കുറച്ചുകൂടി ഡെവലപ്പായി. ആദ്യത്തെ കാലത്തൊക്കെ ഡെലിവറി എടുത്തിരിക്കുന്ന അടുത്തുള്ള വീട്ടിലെ പെണ്ണുങ്ങൾ, ഒരു സ്പെഷ്യൽ ലേഡീസ് ഉണ്ടാവും, അവർ വന്നിട്ട് ഡെലിവറി എടുക്കുന്നത്. ആൻഡ് വുമൺ ഗെറ്റ് മാരീഡ് ഏർലി ഓൾസോ. 18 years, 19 years അല്ലേ? ഉടനെ ആൻറ്റിക്ക് നടത്തില്ലാണ് അഞ്ചിലെ 18-17 വയസ്സൊക്കെ ആകുമ്പം മാക്സിമം ആകുമ്പോൾ അമ്മച്ചി തിങ്ക് 20. അമ്മയിലാണെങ്കിൽ 20 ആയി, 20 വയസ്സായില്ലേ? 20 വയസ്സായി. ബട്ട് ഏർലി ഇറ്റ് വാസ് ലൈക്ക് 17-16 is that. Yes, almost +2 level they got, but that time they are very smart. They were able to household item വർക്കൊക്കെ ചെയ്യാൻ അവർ ഏബിളാണ്. ആൻഡ് they are physically strong also.
എല്ലാം പണിയെടുക്കും. എല്ലാവരും പഠിപ്പിക്കുന്നവർ കുറവാണ്. പഠിക്കുന്നവർ പഠിക്കും. അല്ലാത്തവരെയൊക്കെ കുറച്ച് നാളൊക്കെ പഠിപ്പിച്ച് 5, 6 ക്ലാസ് പഠിച്ച് പിന്നെ വീട്ടിലെ പണി. അങ്ങാടി In the farm, they have to do hard work. They had to do hard work. കാടിവെള്ളം വെള്ളം കൊടുക്കും, പുല്ലരിയും, പശുവിനെ കറക്കും, ചാണകന്മാരും. അപ്പൊ ഇവരൊന്നും അപ്പൊ എന്താ ആണുങ്ങളായിരുന്നു ആ സമയത്ത് വർക്ക് ചെയ്യേണ്ടത്? പെണ്ണുങ്ങൾ? No, all are equal. All were equal. They had to work. Simple. No other option. ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എവിടെ മാറിയാലും വണ്ടിയും വാഹനവും പെട്രോളും വെളിച്ചവും സൗകര്യങ്ങളും. എന്തിനാ വിളിക്കുന്നത്? അനുവിന്റെ എന്തിനാ വിളിക്കുന്നത്? അറിയോ അതെ ഇവിടെ പറഞ്ഞു നീ അച്ഛൻ പറഞ്ഞട്ടെ. എന്തിനാ എന്തിനാ അല്ല അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പഠിക്കാതെയൊക്കെ വീട്ടിൽ എളുപ്പം പിള്ളേരെയൊക്കെ വളർത്തി കാര്യമെന്നോ. ഉള്ളവർക്ക് മക്കളില്ല. ഓക്കെ, തൽക്കാലം നമുക്ക് പാട്ട് പാടിനോട് നിർത്താം. പാട്ട് പാടും ഇനി പിന്നെ വേറെ കണ്ടിന്യൂ ചെയ്യാം.